മാത്രം അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമുള്ള കോടി മനുഷ്യരിൽ ഒരു ദിവസമെങ്കിലും ജീവിച്ച ഒരാളുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ? ഒരാളെ പേര്. അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട്, മറിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച 1,24,000 പ്രവാചകന്മാരുണ്ട്, അവരുടെ സഹാബിമാരുണ്ട്, ഇപ്പോഴും കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, ഇനിയും ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ പോലുമില്ല. ശരി, അള്ളാഹുവിനെ മാത്രം അനുസരിച്ചവന്റെ സ്ഥിതി എന്താണ്? അവൻ മുസ്ലിമാണോ? അള്ളാഹുവിനെ മാത്രം അനുസരിച്ചവൻ മുസ്ലിം അല്ല. അള്ളാഹുവെ മാത്രം അനുസരിച്ചവൻ മുസ്ലിമാകുന്നില്ല. അവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്, ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ട് ഭാര്യ, ഇസ്ലാമിക ഗവൺമെന്റിനെ അനുസരിക്കേണ്ടതുണ്ട് ഭാര്യ. അപ്പോൾ ഇബാദത്തിന് അനുസരണം എന്നർത്ഥം പറയേണ്ട ആവശ്യം എന്തുണ്ട്? അനുസരണം ഇബാദത്തല്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, ഇടതുവശത്തേക്ക് തുപ്പൽ ഇബാദത്താണ്. അതുകൊണ്ട് ഇബാദത്തിന് ഇടതുവശത്തേക്ക് തുപ്പൽ എന്നർത്ഥം പറയാമോ? നമസ്കാരം ഇബാദത്താണ്, അതുകൊണ്ട് ഇബാദത്തിന് നമസ്കാരം എന്നർത്ഥം പറയാമോ? താടി ഇബാദത്താണ്, അതുകൊണ്ട് ഇബാദത്തിന് താടി എന്നർത്ഥം പറയാമോ? ഇല്ല. നോമ്പ് ഇബാദത്താണ്, അതുകൊണ്ട് ഇബാദത്തിന് നോമ്പെന്നർത്ഥം പറയുമോ? ഇല്ല. വ്യഭിചാരം ഒഴിവാക്കൽ ഇബാദത്താണ്, അതുകൊണ്ട് ഇബാദത്തിന് വ്യഭിചാരം ഒഴിവാക്കൽ എന്നർത്ഥം പറയാമോ? ഇല്ല. എന്തിനാണ് വെറുതെ ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടത്? ആവശ്യമില്ല. അനുസരണം ഇബാദത്താണ്, അനുസരണക്കേടും ഇബാദത്താണ്, ധിക്കാരം ഇബാദത്താണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കൽ ഈസാ നബിയെ ആരാധിക്കലല്ല, അള്ളാഹുവിനെ ആരാധിക്കലാണ്. അല്ലേ? അല്ലേ? ആണ്. സായിബാവയെ അനുസരിക്കാതിരിക്കൽ, സായിബാവയെ സായിറാം എന്ന് വിളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു, അത് ധിക്കരിക്കൽ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അല്ലേ? ലോകത്ത് വ്യക്തികൾ ശക്തികൾ ദൈവങ്ങളായി ചമയുന്ന വ്യക്തികൾ ശക്തികൾ, അവയെ ധിക്കരിക്കൽ ഇബാദത്താണ്. അപ്പൊ ഇബാദത്തിന് ധിക്കാരം എന്നർത്ഥം പറയണോ? വേണ്ട. ശരി, അപ്പോൾ പുതിയൊരർത്ഥം വന്നു, നിരുപാധികം. മൗലാന മൗദൂദി അംഗീകരിക്കാത്തതാണ്, പണ്ഡിതന്മാരാരും പറയാത്തൊരു വിഷയമാണത്. ജമാഅത്തെ ഇസ്ലാമി പുതുതായി പടച്ചുണ്ടാക്കിയതാണ്. എന്താ നിരുപാധികം? ഉപാധിയില്ലാത്തതെന്നാണോ? ആണോ? അപ്പോൾ മുഹമ്മദ് നബിയോട് നമ്മൾ ഉപാധി വെക്കല ആണോ? അല്ല. എന്നാൽ അള്ളാഹുവിനുള്ള അനുസരണത്തിന് ഒരു ഉപാധിയില്ലേ? ഒളൂന് ഷർത്തില്ലേ? നിസ്കാരത്തിന് ഉപാധിയില്ലേ? ഒളൂന് ഉപാധിയില്ലേ? ഇസ്ലാമിലെ ഏത് ഇബാദത്തിനും ഉപാധിയുണ്ട്. ഇസ്ലാമിലെ ഏത് ഇബാദത്തിനും ഉപാധിയുണ്ട്, ഷർത്തുണ്ട്, നിബന്ധനയുണ്ട്. അതില്ല ഞാൻ ഇബാദത്താവൂല. പിന്നെ ചോദ്യം ചെയ്യാതെ എന്നാണോ അർത്ഥം നിരുപാധികം എന്നതിന്? അള്ളാഹുവിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല, റസൂലിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദിക്കാം, ചോദ്യം ചെയ്യാൻ പാടില്ല. ഫലാ വറബ്ബിക ലാ യുമിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഇല്ല, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. അവരാരും മുഅ്മിനുകളാവുകയില്ല. അവർക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന കാര്യങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കാത്ത കാലത്തോളം, പിന്നെ അവിടുന്ന് വിധിച്ച കാര്യങ്ങളിൽ യാതൊരു മനപ്രയാസവും ഇല്ലാത്ത കാലത്തോളം, വയുസല്ലിമു തസ്ലീമ, സമ്പൂർണമായി കീഴടങ്ങുന്നവരെ മുസ്ലിമാവുകയില്ല. അപ്പോൾ കാര്യം വ്യക്തമാണ്. അടിമവേല, ദാസ്യവൃത്തി, അടിമവേല, അള്ളാഹുവിന് എന്ന ആശയം ഇസ്ലാമിന് എവിടെയും പരിചയമുള്ളതല്ല. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, സത്യമാണ്. പക്ഷേ യജമാനൻ്റെ അടിമയായാലോ അവൻ മുശ്രിക്കാകുമോ? ഇല്ല. യജമാനൻ്റെ അടിമയായാൽ മുശ്രിക്കാകുമോ? ഇല്ല. സഹാബത്തിന് അടിമകളുണ്ടായിരുന്നു, സഹാബത്ത് അടിമകളായിരുന്നു. ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല. ഇനിയും അടിമത്തം വരാം ലോകത്ത്, ഇനിയും അടിമത്തം വരാം. ഒരാളെ അടിമയാക്കൽ എന്നത് വേറെ, അടിമ വേല എന്ന പ്രവൃത്തി, അടിമത്തം എന്ന സമ്പ്രദായം ഉണ്ടാകുന്നത് വേറെ. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അടിമകൾ ഉണ്ടാകും. ഇസ്ലാമിനത് നിയമങ്ങളുണ്ട്. പ്രശ്നം അടിസ്ഥാനപരമായി അതല്ല. പിന്നെയോ സഹാബത്തിൽപ്പെട്ട അടിമകൾ അള്ളാഹുവിൻ്റെ അടിമകളും യജമാനന്റെ അടിമകളുമായപ്പോൾ അവർ മുസ്ലിമായോ കാഫറായോ? ബിലാൽ മുസ്ലിമോ കാഫറോ? സുമയ്യയും യാസിറും മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ?
അവർ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തോ? ഇല്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാതെ എങ്ങനെ യജമാനനെ അനുസരിച്ചു, യജമാനന് അടിമവേല ചെയ്തു? അവിടെയാണ് വിഷയം. അഹദ് 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 എന്ന് പറഞ്ഞു ബിലാൽ. അദ്ദേഹം അള്ളാഹു അല്ലാത്തവരുടെ അടിമയാണ്, അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നുണ്ട്. എങ്ങനെ അഹദ് എന്ന് പറഞ്ഞു? ആ അഹദ് എന്ന് പറഞ്ഞതിന് ഈ അടിമവേലവും അനുസരണവും എതിരല്ല എന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമവേല സഹാബിമാർ വളരെ വളരെ കൊതിച്ചു പോയൊരു കാര്യമാണോ? ബിലാൽ റളിയല്ലാഹുവിന് പോലെയുള്ള അടിമകൾ യജമാനോടുള്ള കൽപ്പനകളും അള്ളാഹുവോടുള്ള കൽപ്പനകളും പാലിച്ചു ജീവിച്ചു. അള്ളാഹുവിൻ്റെ അടിമയും യജമാനന്റെ അടിമയുമായി. അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ഒരു അടിമയായി ജനിക്കാൻ കൊതിച്ചു പോകുന്നു എന്നാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, രണ്ട് കൂലി. ഇത് ശിർക്കാണോ ചങ്ങാതിമാരെ? കൂലി കിട്ടുന്ന കാര്യമാണ്. തൗഹീദിന്റെ വിരുദ്ധമാണോ? തൗഹീദിന് ഇഷ്ടപ്പെടാത്തതാണോ? ഇസ്ലാമിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണോ ഇത്? അല്ല. സഹാബിമാർ കൊതിച്ചു പോവുകയാണ്. കാരണം അള്ളാഹുവിനുള്ള കടമയും യജമാനുള്ള കടമയും ഒരാൾ പാലിച്ചാൽ രണ്ട് പ്രതിഫലം. നമ്മൾ ഇന്ന് അസർ നമസ്കരിച്ചു, നമുക്കൊരു പ്രതിഫലമാണുള്ളത്. ലോകത്തെവിടെയെങ്കിലും അടിമയുണ്ടെങ്കിൽ ആ അടിമ മുസ്ലിമാണെങ്കിൽ ആ അടിമ അസർ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രതിഫലമാണുള്ളത്, ഇരട്ടി പ്രതിഫലമാണുള്ളത്. ശരി, ഇബാദത്ത് എന്തിനാണ് ഇബാദത്ത് എന്ന വിഷയം ജമാഅത്ത് ചർച്ചയ്ക്ക് വെക്കുന്നത് എന്ന് ചിന്തിക്കുക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാനാണോ? അല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക, മറ്റവന് ശരിയെന്ന് തോന്നുന്നത് അവൻ ചെയ്യട്ടെ എന്നാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദുനിയാവിലെ ഏതെങ്കിലും കച്ചവടത്തെയോ കൃഷിയോ ഏർപ്പാടിനെയോ ഇടപാടിനെയോ ഡ്രസ്സിനെയോ വസ്ത്രത്തെയോ പാർപ്പിടത്തെയോ കടയെയോ കൊടയെയോ കണ്ണടയെയോ വാച്ചിനെയോ പറ്റിയാണോ? അല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്, സലഫികളുണ്ട്, ബറേൽവികളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ വിശ്വാസ കാര്യങ്ങൾ തർക്കിക്കാറില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, മറ്റവന് ശരിയെന്ന് തോന്നുന്നു അവൻ ചെയ്യട്ടെ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ വന്ന വാചകം. അതിന് ദുർവ്യാഖ്യാനം വന്നിട്ടുണ്ട് ശേഷം, പ്രബോധനത്തിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ദുർവ്യാഖ്യാനം വന്നിട്ടുണ്ട്. എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നവരെന്നാണ് അർത്ഥം. എന്നാ പറയാ, ഇസ്ലാമിൽ ഹിന്ദുക്കളുണ്ട്, ഇസ്ലാമിൽ ക്രിസ്ത്യാനികളുണ്ട്, ഇസ്ലാമിൽ വ്യഭിചാരികളുണ്ട്, ഇസ്ലാമിൽ കള്ളുകുടിയന്മാരുണ്ട്, ഇസ്ലാമിൽ നിരീശ്വരവാദികളുണ്ട്, ഇസ്ലാമിൽ നിർമ്മതവാദികളുണ്ട്. അങ്ങനെയാ? ആണോ? ഇല്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ ബറേൽവി എന്ന് വിളിക്കല. ഇതെന്താ? ജാതീയതയാ? അയിത്തമാ? അടിമത്തമാ? ഉച്ചനീചത്ത? ഇസ്ലാമിൽ കടന്നു വന്ന ഒരു ബറേൽവി ഓൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദ് സ്വീകരിച്ച് ഓൻ ശിർക്കൊഴിവാക്കി വന്നാ പിന്നെ ഓനെ ബറേൽവി എന്ന് പറയല, ഓനെ ഹിന്ദു എന്ന് പറയല. ആണോ? ബാലകൃഷ്ണൻ ജമാഅത്തെ ഇസ്ലാമിൽ ചേർന്നു, ഇസ്ലാമിൽ ചേർന്നു, പിന്നെ ഓന് ഹിന്ദു എന്ന് പറയല, ക്രിസ്ത്യാനി എന്ന് പറയല. ആണോ? അല്ല. അപ്പൊ എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ട്, ഇവരുണ്ട്. എന്നിട്ടെന്താ പറഞ്ഞത്? നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക. അടെ എന്താ ബറേൽവിക്ക് ശരിയെന്ന് തോന്നുന്നത്? കബറിങ്ങൽ സുജൂദ് ചെയ്യുക. ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു പച്ച മുശിരിക്ക് ഇല്ല. ഇവിടെയുള്ള സുന്നികളോ സുന്നി നേതാക്കന്മാരോ കബറിങ്ങൽ സുജൂദ് ചെയ്യൽ അനുവദിക്കുന്നില്ല. കബറിങ്ങൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, അംഗീകരിക്കുന്ന, അത് ചെയ്യുന്ന ആളാണ് ബറേൽവി. അങ്ങനെയുള്ള പച്ച മുശിരിക്കിനെ പറ്റിയാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ അതുണ്ട് എന്ന് പറഞ്ഞത് അല്ലേ? വാദിഹുദയിലെ സമ്മേളനങ്ങളിൽ അത് കണ്ടവരുണ്ട്. ഇതിനു വേണ്ടിയാ. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയാനല്ല. സുന്നികൾ ചെയ്യുന്നത് വ്യാഖ്യാനപരമായ കാര്യമാണ്. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് സുന്നികൾ സമ്മതിക്കുന്നില്ല എന്നാണ് ഒ അബ്ദുറഹ്മാൻ ഇഖാമത്തുദ്ദീൻ പ്രചാരണവും യാഥാർത്ഥ്യവും എന്ന ലേഖനത്തിലൂടെ പ്രബോധനത്തിൽ എഴുതിയത്. അത് ഒരാൾ കട്ടു എന്ന് അയാൾ സമ്മതിച്ചെങ്കിലേ കട്ടതാവുള്ളൂ അല്ലേ? സംഗതി ചെയ്താൽ പോരാ, സമ്മതിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ശിർക്കും തൗഹീദും ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാലേ ശിർക്കാവൂ അല്ലേ? ഇത് ഇസ്ലാമാണോ ചങ്ങാതിമാരെ? അല്ല. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയാനാണോ? അത് ശിർക്കാണെന്ന് പറയാനാണോ ഇബാദത്ത് എന്ന വിഷയം എടുത്തിട്ടത്? അല്ല. പിന്നെയോ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും മുശ്രിക്കാക്കാൻ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുഅ്മിനുകളെയും മുശ്രിക്കാക്കാൻ എന്ത് പറഞ്ഞിട്ട്?
എന്ത് പറഞ്ഞിട്ട്? രാഷ്ട്രീയ ശിർക്ക് എന്ന് പറഞ്ഞിട്ട്.